മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇൻസ്പെക്ഷനായിട്ട് വന്ന മഹാലക്ഷ്മി ജീവനോടെ തിരിച്ചു പോകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ ഉണ്ണിയും വാമദേവനും അയാളുടെ കൂട്ടാളികളും ഒപ്പിച്ചു വെച്ച ആ കെണിയിൽ വാമദേവൻ തന്നെ കുടുങ്ങിയെന്ന് പറയാം. മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും കൂടാതെ അതുവഴി നടന്നു പോകുകയും ആ കെണി ചുമ്മാ പറ്റീരാണെന്ന് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് അയാളുടെ ജോലിക്കാരനോട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരിക്കലും അല്ല, ഒരു പൂച്ച പോലും അതിൻ്റെ മേളിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ താഴെ വീണു മരിച്ചു പോകും. ഒരു പൂച്ച നടന്ന താഴെ വീഴുന്ന ആ കെണിയുടെ മേളിലൂടാണോ 2 പേര്, അതും 60 കിലോയ്ക്ക് മുകളിലുള്ള 2 പേര് നടന്നു പോയത്? താൻ എന്തായാലും ഒന്നും പറയണ്ട, താൻ ഞങ്ങളെ ചതിച്ചു, അതെനിക്ക് ഉറപ്പായി. മര്യാദയ്ക്ക് മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് മേടിച്ച അഡ്വാൻസ് തിരിച്ചു തന്നോണം. താൻ ഒരുക്കിയ കെണിയിലൂടെ ഞാൻ നടന്നു കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് ഷോ കാണിച്ച് വാമദേവൻ നടക്കുന്ന ആ സമയത്ത് ആ കെണി തകർന്ന് വാമദേവൻ താഴേക്ക് വീഴുന്നു. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വാമദേവനെ ഉണ്ണി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് മേഘനെ കോൾ ചെയ്യുന്നുണ്ട് ഉണ്ണി. ശരിക്കും പറഞ്ഞാൽ മേഘൻ ടെൻഷൻ അടിച്ചിരിക്കുക. അവിടെ എന്തായി, അച്ഛൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ, ഇന്നെങ്കിലും തങ്ങൾ കാത്തിരുന്ന ആ ദിവസം എത്തുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഉണ്ണി ഇങ്ങനെ വിളിക്കുന്നത്. ഉണ്ണി വിളിച്ചിട്ട് ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ, തട്ട് തകർന്ന് താഴേക്ക് വീണു. എന്നിട്ട് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ തട്ട് തകർന്ന് താഴേക്ക് വീണു എന്ന് കേട്ടപ്പം മേഘൻ വിചാരിച്ചു മഹാലക്ഷ്മി ആ തട്ടിൻ്റെ മുകളിലൂടെ നടന്ന് അത് തകർന്ന് താഴേക്ക് വീണ് മഹിക്ക് അപകടം പറ്റിയെന്നാണ്. അതും കേട്ടതും കേൾക്കാത്ത പാതി സീമന്തിനി അമ്മായിയെയും സ്വാതിയെയും മഞ്ജുവിനെയൊക്കെ വിളിച്ചു വരുത്തി ആ സന്തോഷം അറിയിക്കുന്നു. ഇന്നത്തോടെ ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം തീർന്നു. ഉണ്ണി എന്നെ വിളിച്ച് കാര്യം അറിയിച്ചേ എന്നത് കേട്ടിട്ട് സീമന്തിനി പറയുന്നു, സന്തോഷിക്കാൻ വരട്ടെ, കാര്യം ഉറപ്പ് വരുത്തിയിട്ട് സന്തോഷിച്ചാൽ പോരെ, നിൻ്റെ അച്ഛനെ വിളിച്ചൊന്ന് തിരക്കാഞ്ഞ എന്താ എന്ന് നോക്കുമ്പം അച്ഛനെ ഞാൻ വിളിച്ചതാ, കോൾ എടുക്കുന്നില്ല. അന്നേരം ഉണ്ണി എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് സന്തോഷിക്കാനുള്ള വകയൊത്ത്. അവൾ താഴെ വീണതും അവിടെ എന്തായാലും ആൾക്കാരും ജോലിക്കാരും ഒക്കെ കൂടി കാണും. അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യം അച്ഛന് വിളിച്ച് പറയാൻ പറ്റുമോ? അതുകൊണ്ടാകാം അച്ഛൻ വിളിക്കാത്തത്. അന്നേരം സീമന്തിനി അമ്മായി പറയുന്നുണ്ട്, എനിക്കെന്തോ വിശ്വാസമായില്ല, മഹാലക്ഷ്മി മരിച്ചു കിടക്കുന്നത് നേരി കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിശ്വാസമാകൂ എന്ന് പറയുമ്പം മഞ്ജുവിൻ്റെ മുഖം നോക്കുന്നുണ്ട് മേഘൻ. മഞ്ജു വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് മേഘൻ ചോദിക്കുന്നു, നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തതുപോലെ? ഒന്നുമില്ല, ഇനി മഹാലക്ഷ്മി ഏട്ടത്തിയെ ശല്യം ചെയ്യാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ അവരുടെ പിന്നാലെ അവരെ ഉപദ്രവിക്കാനായിട്ട് പോയത്? അന്നേരം സീമന്തിനി മഞ്ജുവിനോട് തർക്കിച്ച് പറയുന്നുണ്ട്, അല്ലേലും ഇവൾ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ ആളല്ലേ. വീണ്ടും ഒരു തങ്ങളിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് മേഘം പറയുന്നു, ഈ സമയത്തെങ്കിലും രണ്ടും കൂടി വഴക്ക് കൂടണ്ട, ഞാൻ എന്തായാലും പ്രതാപൻ അങ്കിളിനെ വിളിച്ച് കാര്യം പറയട്ടെ. പ്രതാപനെ വിളിക്കുമ്പോൾ കോൾ എടുത്ത് പ്രതാപൻ ചോദിക്കുന്നു, എന്താടാ മേഘ, നിൻ്റെ അച്ഛനോ നീയോ ആരെയും കണ്ടൊക്കെ എന്തോ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും നടന്നോ? എൻ്റെ അങ്കിളെ അച്ഛൻ പണി പറ്റിച്ചു, മഹാലക്ഷ്മി കെട്ടിൻ്റെ മേളിൽ നിന്ന് താഴെ വീണെന്ന് വിളിച്ചു പറഞ്ഞു ഉണ്ണി. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കണ്ട് പോവുകയാണെന്ന് തോന്നുന്നു. ബാക്കിയൊന്നും പറഞ്ഞില്ല, താഴെ വീണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സത്യമാണോ നീ പറയുന്നത്? വിശ്വസിക്കാമോ? അതോ എന്നത്തെയും പോലെ ഏറ്റവും ഒടുക്കം അവൾ സന്തോഷത്തോടെ കയറി വരുന്നത് കണ്ടിട്ട് നമ്മളെല്ലാം വിഷമിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും ഇല്ല അങ്കിളെ, കുറച്ച് കഴിയുമ്പം ആളുകൾ വിളിച്ച് പറഞ്ഞോളൂ, അപ്പം വിശ്വാസമാകുമല്ലോ. എന്തായാലും ഞാൻ കാര്യം കരുണമോളെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ, അവൾക്കല്ലേ ഇത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് പ്രതാപനാണെങ്കിൽ അമ്മയെ വിളിക്കുന്നുണ്ട്, അമ്മ ഇങ്ങ് വന്നേ, ഒരു കാര്യം അറിഞ്ഞോ? എന്താടാ പ്രതാപ? ഇപ്പം എന്നെ വിളിച്ചത് മേഘനാ. നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞല്ലേ ആ വാമനെയും മേഘനെയൊന്നും വിളിക്കണ്ട, അവന്മാർ ചതിയന്മാരാ, അവന്മാരെ ഒരു വാക്കും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതല്ലമ്മ, അവൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. കമ്പനിയിൽ ഇൻസ്പെക്ഷനായിട്ട് പോയിട്ടുള്ള മഹാലക്ഷ്മിയെ വാമേട്ടൻ എന്തോ ഒരു കെണി ഒപ്പിച്ച് വെളുത്ത നിലയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് അപകടത്തിലായെന്ന്. കാറ്റു പോകുമെന്നാണ് പറയുന്നത് കേട്ടത്. സത്യമാണോ? ആന്നമ്മ. വലുതായിട്ട് സന്തോഷിക്കുകയൊന്നും വേണ്ട, മോഹിനി കേട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ കണ്ണനെ വിളിച്ച് പറയും. ആ ശരിയാ, നീ എന്തായാലും കരുണമോളെ ഒന്ന് വിളിച്ച് തിരക്ക്, അവൾ വല്ലതും അറിഞ്ഞോന്നറിയാമല്ലോ. അങ്ങനെ പ്രതാപനാണെങ്കിൽ കരുണയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുമ്പോൾ കരുണയ്ക്ക് ഞെട്ടലാകുന്നുണ്ട്. കാരണം രാവിലെ എന്തൊക്കെയോ ഉണ്ണിയേട്ടൻ പറഞ്ഞു, ഞാനാണെങ്കിൽ ചെവിക്കൊള്ളിക്കാൻ പോയില്ല. ഒരുപാട് തവണയായിട്ട് പല പ്രതീക്ഷയും തന്നല്ലോ, ഒടുക്കമൊന്നും നടക്കത്തില്ല, അത് കാരണം ഞാനൊന്നും തിരക്കാൻ പോയില്ല, നടന്നതിന് ശേഷം കാര്യം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു വിട്ടു. ശരിയാണോ അച്ഛൻ പറയുന്നത്? മഹാലക്ഷ്മി മരിച്ചോ? മരിച്ചോ ഇല്ലെന്നൊന്നും അറിയത്തില്ല മോളെ, കെട്ടിൻ്റെ മേളിൽ നിന്ന് താഴെ വീണെന്ന് മേഘം വിളിച്ചു പറഞ്ഞത്. എങ്കിൽ ഞാനൊന്ന് ഉണ്ണിയേട്ടനെ വിളിച്ച് കാര്യം തിരക്കട്ടെ. ഇപ്പം തൽക്കാലം വേണ്ട മോളെ, അവൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ കാണും. മോള് വിളിച്ചു കഴിഞ്ഞാൽ
അവനൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ വക കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് റിസ്ക്കും ആണെന്ന് പറയുമ്പോൾ ആ ശരി ആച്ചാ, ഞാനെങ്കിൽ അമ്മയെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദുർഗാമ്മയോടും കാര്യങ്ങളൊക്കെ പറയുന്നു. ദുർഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നതൊക്കെ കാണിക്കുന്നു. അതേസമയം സാഗറും മാർക്കോയും കൂടി പരസ്പരം സംസാരിക്കുന്നുണ്ട്. മഞ്ജുവിൻ്റെ കാര്യം തന്നെയാണ്. ഒരു അസുരൻ്റെ കൂടെയാണ് ശ്വാസം മുട്ടി മഞ്ജു ജീവിക്കുന്നത്. മഞ്ജുവിന് നിന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ വിളിച്ച അവൾ വരുമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ മാർക്കോ വാക്ക് കൊടുക്കുമ്പം സാഗറിന് സന്തോഷമാകുന്നു. മാത്രമല്ല കമ്പനിയിൽ നടന്ന കാര്യങ്ങളെല്ലാം മാർക്കോ അറിയുന്നു. എത്രയൊക്കെ തിരിച്ചടി കൊടുത്താലും അവനൊന്നും പഠിക്കില്ല. അതേസമയമാണ് മഞ്ജു സാഗറിനെ വിളിച്ച് തിരക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഏട്ടത്തിക്ക് എന്തോ അപകടം പറ്റിയെന്ന് മേഘേട്ടൻ പറയുന്നത് കേട്ടു. സത്യമാണോ? മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും പറ്റിയില്ല. പറ്റിയത് മേഘൻ്റെ അച്ഛൻ വാമനാണ്. അയാൾ താഴെ വീണ് ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണെന്നാണ് പറയുന്നത് കേട്ടത്. അത് കേട്ടത് മഞ്ജുവിന് ഭയങ്കര സന്തോഷമാകുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് നട്ടലിന് സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ ഒന്നും എണീറ്റ് നടക്കാനാകില്ല. ഇനി എണീറ്റ് നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. സർജറി ചെയ്താൽ പോലും എത്രത്തോളം സക്സസ് ആകുമെന്ന് ഉറപ്പിച്ച് പറയാനാകത്തില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ണിക്ക് വല്ലാതെ വിഷമമാകുന്നു. മഹാലക്ഷ്മിയും കണ്ണനും എന്തൊക്കെ പറഞ്ഞാലും കമ്പനിയിലെ ആകെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമ്മാവനാണ്. അമ്മാവനും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഓഫീസിൽ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ഒരുപാട് കൊച്ചാകേണ്ടി വരും. മാത്രമല്ല അന്നേരം തനിക്കൊരു സപ്പോർട്ട് പറയാൻ ആരും കാണത്തില്ല എന്നൊക്കെയുള്ളൊരു വിഷമം അയാളെ അലട്ടുന്നുണ്ട്. മുമ്പത്തെ പോലെ അല്ലല്ലോ മഞ്ജു മഹാലക്ഷ്മിയും തമ്മിലുള്ള അടുപ്പം. രണ്ടുപേരും പരസ്പരം മിണ്ടുന്നത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും പറ്റിയിട്ടില്ലെന്ന് അറിഞ്ഞതിന് ആ ഒരു സന്തോഷത്തിൽ മഞ്ജു ആണെങ്കിൽ പെട്ടെന്ന് മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തിക്ക് യാതൊരു ആപത്തും പറ്റിയില്ലല്ലോ, സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നു എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റുമെന്ന് അവിടെ ആരെങ്കിലും പറയുന്നത് കേട്ടോ? പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് മഞ്ജുവിന് അറിയാൻ വയ്യാതായി പോകുന്നു. ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ആ പ്രവൃത്തികളിലൊക്കെ മഹാലക്ഷ്മിക്ക് സംശയം തോന്നുന്നുണ്ട്. തനിക്ക് എന്ത് സംഭവിച്ചാലും ആ നിമിഷം തന്നെ മഞ്ജു അറിയുന്നുണ്ട്. ആരോ മഞ്ജുവിന് ചോർത്തി കൊടുക്കുന്നുണ്ട്. അത് ആരായിരിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു.